രണ്ട് മരുമകന്മാരുള്ള അമ്മായിയമ്മയുടെ ദുഃഖം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? സന്തോഷവും നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകില്ല. എന്നാൽ ഷീലയുടെ ഈ കഥ കേൾക്കൂ. മാഡം, എൻ്റെ പേര് ഷീല. യഥാർത്ഥ പേരല്ല. എൻ്റെ യൗവനം 50 വയസ്സുകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് 53 വയസ്സ്. സർക്കാർ സർവീസിലാണ്. മറ്റൊരു ജില്ലയിലാണ്. അവിടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നു. ഞാൻ ഭർത്താവിൻ്റെ വീട് വിട്ട് എങ്ങും പോയിട്ടില്ല. പണ്ട് മുതലേ ഭർത്താവിൻ്റെ അമ്മ നേരത്തെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പെൺമക്കളാണ്. വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ 2 പെൺമക്കളുണ്ടായി. എൻ്റെ ഭർത്താവിന് മുൻകോപം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ട്രാൻസ്ഫറുകളൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഞാൻ പക്ഷേ കൂടെ എങ്ങും പോയില്ല. ഈ വീട്ടിൽ തന്നെ കുട്ടികളെ നോക്കി താമസിച്ചു. ഭർത്താവിനോട് ഞാൻ തർക്കിക്കാൻ പോകാറില്ല. അങ്ങേരെ എന്തെങ്കിലും പറയട്ടെ, ഞാൻ മൈൻഡ് ചെയ്യില്ല. കൊമ്പ് കോർക്കാൻ പോയാലേ ഉള്ളൂ പ്രശ്നം. സാലറിയൊക്കെ നല്ല പോലെയുണ്ട്. എനിക്ക് സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നിനും പോയിട്ടില്ല. ഭർത്താവ് എനിക്ക് സ്നേഹം എപ്പോഴും തരണമെന്ന് എനിക്കും നിർബന്ധമില്ല. കാര്യം വിവാഹം കഴിഞ്ഞപ്പോഴേ അങ്ങനെ ഒരു രീതിയിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഒന്നിനും പരാതി പറഞ്ഞ് എനിക്ക് ശീലവുമില്ല. അങ്ങനെ ജീവിച്ചു വന്ന് പിന്നെ 2 പെൺമക്കൾ. അവരുടെ കല്യാണവും പെട്ടെന്ന് കഴിഞ്ഞു. അവർ 2 പേരും പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. മൂത്ത മകളുടെ കല്യാണം 3 വർഷത്തിന് മുമ്പും ഇളയ മകളുടെ കല്യാണം ഏകദേശം 2 വർഷത്തിന് മുമ്പാണ് കഴിഞ്ഞത്. 2 പേരുടെയും പ്രേമിച്ചുള്ള കല്യാണമായിരുന്നു. എൻ്റെ ഭർത്താവിന് അത് അശേഷം ഇഷ്ടമല്ല. പക്ഷേ നല്ല കുടുംബത്തിലെ പയ്യന്മാരായതുകൊണ്ടും എല്ലാ വീട്ടുകാർക്ക് സമ്മതമായതുകൊണ്ടും അവന്മാർക്ക് നല്ല ജോലിയുള്ളത് കൊണ്ടുമാണ് എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചത്. സത്യം പറഞ്ഞാൽ അച്ഛന് പേടിയുള്ള പെൺമക്കൾ അച്ഛൻ്റെ ക്രൈറ്റീരിയയ്ക്കൊത്ത ഭർത്താക്കന്മാരെ കണ്ടുപിടിക്കുകയായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവളുമാർ ബുദ്ധിമതിയാണ്. എൻ്റെ ഭർത്താവിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സൗന്ദര്യമുള്ള ഭർത്താക്കന്മാരാണ് 2 പേർക്കും ഉള്ളത്. അതും നന്നായി. കാര്യം ഒരു പെണ്ണ്, അതും സുന്ദരിയായ പെണ്ണ്, സ്വപ്നം കാണുന്നത് തന്നേക്കാൾ 100 മടങ്ങ് സൗന്ദര്യമുള്ള ഒരു പുരുഷനെയാകും. അത് അവർക്ക് 2 പേർക്കും കിട്ടി. എനിക്കും സന്തോഷം തന്നെ. പിന്നെ ചുറ്റുവട്ടത്തൊക്കെയാണ് അവരുടെ താമസം. കൂടി വന്നാൽ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ. എൻ്റെ 2 പെൺമക്കൾക്കും പ്രൈവറ്റ് മേഖലകളിൽ ജോലിയുണ്ട്. ഭർത്താക്കന്മാർക്കും ജോലിയുണ്ട്. അവർ ബിസിയാണ്. വൈകുന്നേരം ചിലപ്പോൾ അവരാരെങ്കിലും ഇങ്ങോട്ട് വരും. ചില സമയത്ത് ഒഴിവു ദിവസങ്ങളിൽ ഇവിടെ വന്ന് നിൽക്കാറുമുണ്ട്. ഭർത്താവ് ഇപ്പോൾ ട്രാൻസ്ഫറായി മറ്റൊരു ജില്ലയിലേക്ക് പോയല്ലോ. അതുകൊണ്ട് എന്നും വിളിക്കും. അതല്ലാതെ ഞാൻ തനിച്ചാണോ, നീ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊന്നും ചോദിക്കാറില്ല. ഞാൻ തനിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് എൻ്റെ ഭർത്താവിന് അറിയാമെന്ന് തോന്നുന്നു. ഒരിക്കൽ പോലും ആരെങ്കിലും വിളിച്ച് കൂട്ടുകിടത്തണോ, നിനക്ക് തന്നെ ജീവിക്കാൻ പ്രയാസമുണ്ടോ എന്നൊന്നും എൻ്റെ ഭർത്താവ് ചോദിച്ചിട്ടേ ഇല്ല. കാര്യം അദ്ദേഹം അത് ചോദിക്കുകയില്ല. ഞാനത് ആവശ്യപ്പെടുകയില്ല. തനിയെ കഴിയാൻ എനിക്കൊട്ട് പേടിയുമില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പിന്നെ ഈ വീട്ടിൽ ആരും പുറത്തുനിന്ന് അങ്ങനെ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് എനിക്കറിയാം. തൊട്ടടുത്ത് കുറ്റിയടിച്ച പോലെ വീടുകളല്ലേ. എന്ത് സംഭവിക്കാനാ? ഒരു പ്രശ്നമില്ല. ആ കോൺഫിഡൻസിലാണ് ഭർത്താവ് എവിടെ പോയെന്ന് പറഞ്ഞാലും ഞാൻ കൂടുതലൊന്നും പുറകെ നടന്ന് ചോദിക്കാത്തത്. കാക്കയ്ക്കും തൻ കുഞ്ഞു പൊൻകുഞ്ഞ് എന്ന് പറയുമെങ്കിലും എൻ്റെ പെൺമക്കളിൽ ഇളയവൾക്കാണ് സൗന്ദര്യം ഏറ്റവും കൂടുതൽ. അവളെ കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമ നടൻ പോലെയുണ്ടെന്ന് പലരും പറയാറുണ്ട്. അവൾ കണ്ടുപിടിച്ച ഭർത്താവാണെങ്കിലോ ശരിക്കും സിനിമകളിലും സീരിയലിലും ഒക്കെ തല കാണിച്ചിട്ടുള്ള ഒരു യുവസുന്ദരൻ തന്നെയാണ്. അതുകൊണ്ട് അവളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത്രയും പെർഫെക്റ്റ് രാണിനെ അവൾ കണ്ടുപിടിച്ചല്ലോ. എൻ്റെ കാലത്ത് എനിക്കങ്ങനെ ചോയ്സ് ഒന്നുമില്ലായിരുന്നു. ഞാൻ ഇറങ്ങിപ്പോയി പഠിച്ചപ്പോൾ അങ്ങനെ പ്രേമമോ ഒന്നുമില്ലായിരുന്നു. പലരും എൻ്റെ പുറകെ നടന്നെങ്കിലും പ്രേമിക്കാനുള്ള ധൈര്യം എനിക്കില്ല. സ്ട്രിക്റ്റായ ഒരു കുടുംബം, ഫാദർ, ഒന്നും പറ്റിയില്ല. ഒരു പക്ഷേ ഒരു പ്രേമകല്യാണമായിരുന്നു എനിക്ക് സ്യൂട്ടബിൾ. എനിക്ക് പറ്റാത്തത് എൻ്റെ പെൺമക്കൾ പറ്റിച്ചെടുത്തു. അവളുമാരെങ്കിലും ശരിയായി ജീവിക്കട്ടെ എന്ന് ഞാനും കരുതി. തനിച്ചായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ടി വിയൊക്കെ കാണും. എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് പാചകം ചെയ്യും. അത് കഴിഞ്ഞ് കിടന്നുറങ്ങും. മക്കൾ വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകമായി പാചകം ചെയ്യും. പക്ഷേ ഇതിലും ഏറ്റവും ഇളയ മരുമകനാണ് എന്നോട് കൂടുതൽ കാര്യം. അമ്മേ, തന്നെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുക. ഞാൻ പറഞ്ഞു വേണ്ട, നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മയൊക്കെ ഇല്ലേ. അമ്മായിയമ്മ മരുമകൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് ശരിയല്ല. അങ്ങനെയൊക്കെ വല്ല ചിട്ടവട്ടങ്ങളുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ അഭ്യർത്ഥന നിരസിക്കും. എനിക്ക് വേറെങ്ങും പോയി നിൽക്കുന്നത് ഇഷ്ടമല്ല. ശീലിച്ചു പോയതല്ലേ, മാറ്റാൻ പറ്റില്ലല്ലോ. ഇളയ മരുമകൻ തുള്ളിക്കളിക്കുന്നൊരു സ്വഭാവക്കാരനാണെങ്കിൽ മൂത്ത മരുമകൻ കുറച്ച് ഗൗരവക്കാരനാണ്. അളന്ന് തൂക്കി മാത്രമേ സംസാരിക്കുകയുള്ളൂ. എന്നോടും കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ സംസാരിക്കും. സ്നേഹമൊക്കെയുണ്ട്. പക്ഷേ ഭാര്യയോട് മാത്രമേ അടുപ്പം കൂടുതലുള്ളൂ. എൻ്റെ മോൾ വിളിക്കാമെങ്കിൽ അവൻ ഒരു ആട്ടിൻകുട്ടിയെ പോലെ ചെല്ലും. അല്ലെങ്കിൽ ആരെയും മൈൻഡ് ചെയ്യാത്ത ടൈപ്പാണ്.
ഇളയ മകളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം രണ്ട് മരുമക്കളും തമ്മിൽ അത്ര വലിയ ടീംസിലൊന്നും ആയിരുന്നില്ല. രണ്ടു പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ എന്തോ ഒരു അസൂയുള്ള പോലെ എനിക്ക് തോന്നും. കാര്യം ആണുങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടോ? കാണുമ്പോൾ എന്തോ ഒരകൽച്ച പോലെ. പക്ഷെ പിന്നീട് ഇളയ മരുമകൻ തന്നെ മുൻകൈ എടുത്ത് അത് മാറ്റിയെടുത്തു. ഇപ്പോൾ രണ്ടു കൂട്ടരും കൂടെ മിക്കവാറും ദിവസങ്ങളിൽ ഒന്നിച്ചു വന്ന് ഇവിടെ ഇരിക്കും. രാത്രി ഒരു 10 മണിയാകുമ്പോൾ തിരിച്ചു പോവുകയും ചെയ്യും. ആഴ്ചയിൽ 2-3 ദിവസം ഒന്നിച്ചു വരും. ഒരു ദിവസം എൻ്റെ ഇളയ മോളനോട് പറഞ്ഞു, അമ്മേ ഇവിടെ വരുമ്പോൾ രണ്ടുപേർക്കും അത്ര വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല. അതെന്താടി അതില്ലാത്തത്? ഞാൻ അവരെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണോ? അതല്ല, രണ്ടുപേരും ഇത്തിരിയൊക്കെ മദ്യപിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വീട്ടിലിരുന്നാണെങ്കിൽ അത് പറ്റും, കൂട്ടുകാരോടെ പോയാലും പറ്റും. ഇവിടെ ഇരുന്ന് മദ്യപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അമ്മ എന്ത് വിചാരിക്കും എന്നോർത്താണ്. പിന്നെ എൻ്റെ വായിൽ കൂടാണോ അവർ കുടിക്കുന്നത്? അവർ തന്നെ എടുത്തല്ലേ കുടിക്കുന്നത്. എനിക്കെന്താ? അപ്പം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇളയ മരുമകന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. കാര്യം അവൻ്റെ ഒരു പാർട്ടി ടൈപ്പാണ്. പക്ഷെ മൂത്ത മരുമകന് ഇങ്ങനൊരു ആഗ്രഹമുള്ള വിവരം എനിക്കറിയില്ല. കാര്യം എൻ്റെ മൂത്ത മോള് പറഞ്ഞതെന്നറിയാമോ? പുള്ളിക്ക് ഇതൊന്നും കാണുന്നതേ ഇഷ്ടമല്ല. ഒരു പ്രത്യേക ടൈപ്പാണ്, റിസർവ്ഡ് ആണെന്ന്. അവളോട് ഞാൻ ചോദിച്ചു, എടീ ഇപ്പം നിൻ്റെ ഭർത്താവ് മദ്യപിക്കുമെന്ന്. അമ്മയെ അത് പിന്നെ ഇപ്പം സോഷ്യലൈസ് ചെയ്യണമെന്ന് ഞാനാ പറഞ്ഞത്. ഇതാണോ ഡി സോഷ്യലൈസേഷൻ? അമ്മ എൻ്റെ ഭർത്താവ് ഒരു ഇൻട്രോവേർട്ടല്ലേ, അധികാരോട് മിണ്ടില്ല. ഇങ്ങനെ സോഷ്യലി എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ പുള്ളിയുടെ ആ സ്വഭാവം മാറുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരുടെ കൂടെയൊക്കെ വീട്ടിലെന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകും. പിന്നെ ഞാൻ പറഞ്ഞു, ഇത്തിരി കുടിച്ചോളാൻ അതൊന്നും പ്രശ്നമില്ലമ്മേ. അച്ഛനെ പോലൊന്നുമല്ല ഇപ്പോഴത്തെ കാലത്തെ ആണുങ്ങളും. അച്ഛനൊരു സ്ട്രിക്റ്റ് ടൈപ്പല്ലേ. എൻ്റെ ഭർത്താവ് അങ്ങനെയാകുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് റിലാക്സ് ആയിട്ട് നടക്കണം. ഭർത്താവ് ഇടയ്ക്ക് വരുമ്പോൾ അവർ എല്ലാവരും കൂടി വന്ന് 1 മണിക്കൂർ ഇരുന്നിട്ട് പെട്ടെന്നങ്ങ് പോകും. ഇവിടെ കുറേ സമയമൊന്നും ചിലവഴിക്കില്ല. ഞാൻ പറഞ്ഞു, എടീ നിങ്ങളിവിടെ ഇരുന്ന് മദ്യപിക്കുകയോ ബഹളം വയ്ക്കുകയോ എന്ത് ചെയ്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനും കോളേജിലൊക്കെ പഠിച്ചവളാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നത്തെ കാലം ഈ കാലമല്ല. എൻ്റെ മനസ്സിൽ നല്ല വിശാലതയുണ്ട്. നിൻ്റെ അച്ഛനെ പോലെ ഞാൻ മോരാച്ചിയല്ല എന്ന് പറഞ്ഞു. ഈ കഥകളൊക്കെ കേട്ടപ്പോൾ മരുമകൾക്കും സന്തോഷമായി. പിന്നീട് അവർ വന്നു കഴിഞ്ഞാൽ അവർ മുകളിലത്തെ നിലയിൽ ബാൽക്കണിയിൽ പോയിട്ട് അവരാഘോഷിക്കും. അവർക്ക് വേണ്ടി സ്പെഷ്യലായി വറുത്തതും പൊരിച്ചതുമൊക്കെ ഞാൻ ഉണ്ടാക്കും. പെൺമക്കൾ കൊണ്ടു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അവരായി അവരുടെ പാടായി. അങ്ങനെ എനിക്കൊരു സന്തോഷമായി. ചില സമയങ്ങളിൽ അവരങ്ങനെ ചെയ്യുമ്പോഴെന്താണെന്ന് അറിയാമോ ഗുണം? അവരൊരു 12 മണി 1 മണി വരെയൊക്കെ ഇവിടെ ഇരിക്കും. ചിലപ്പോൾ ഇവിടുന്ന് പോകില്ല, ഇവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അവരുടെ സിസ്റ്റമെല്ലാം അവരുടെ ആഘോഷം കൊണ്ട് മാറിയെന്ന് എനിക്ക് മനസ്സിലായി. അതെനിക്ക് കൂട്ടിനാളുള്ള ഒരു ഉത്സവം പോലെയായിരുന്നു. എനിക്കതൊക്കെ ഇഷ്ടമായി. പിന്നെ ആൺമക്കളില്ലല്ലോ, അവരെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കൊട്ട് ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഒരു ദിവസം ഇളയ മരുമകൻ എന്നെ വിളിച്ചു, അമ്മേ അച്ഛൻ ഈ ആഴ്ചയെങ്ങാനും വരുമോ? ഇല്ലടാ, പുള്ളിക്കാരൻ വരില്ലെന്നാണ് പറഞ്ഞത്. വന്നാലും പുള്ളി വെള്ളിയോ ശനിയോ ഞായറോ അല്ലേ കാണുകയുള്ളൂ, വീക്ക് ഡേയ്സിലൊന്നും കാണില്ല. അമ്മേ ഞാനും ചേട്ടനും കൂടെ അങ്ങോട്ട് വരട്ടെ? ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മകളുടെ ഭർത്താവ്. ഞാൻ ചോദിച്ചു, നീ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചോദിക്കുന്നത്? നിങ്ങളെല്ലാം കൂടെ എപ്പോഴും ഇവിടെ വരുന്നതല്ലേ? അമ്മേ ഈ പ്രാവശ്യം അവളുമാർ രണ്ടുപേരെയും കൊണ്ടുവരുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും വരുന്നുള്ളൂ. എന്താടാ? ആ അതെ, പിന്നെ ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ സ്വസ്ഥമായൊരു പ്ലേസ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ വല്ല ഹോട്ടലിലോ മറ്റോ പോകണം. അപ്പോൾ ഞങ്ങൾക്ക് പഴയ കഥകളൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കോമൺ ഫ്രണ്ട്സ് ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചേട്ടൻ്റെ ഫ്രണ്ടാണ്, ഒന്ന് എൻ്റെ ഫ്രണ്ടാണ്. രണ്ടുപേരും വിദേശത്തുനിന്ന് വന്നാണ്. അപ്പം അവർക്കൊരു ട്രീറ്റൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാം കൂടി ഒന്ന് ആഘോഷിക്കണമെങ്കിൽ അവിടെ വന്ന് നടക്കില്ലേ അമ്മേ? അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ വരികയോ ആഘോഷിക്കുകയോ കഥകൾ അയവിറക്കുകയോ എന്തെങ്കിലും ചെയ്യുക. പിന്നെ അവർ വരുന്നത് പ്രമാണിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ പറയണം, അല്ലെങ്കിൽ ഞാൻ സാധാരണ ഉണ്ടാക്കി തരുന്ന സാധനങ്ങളെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മരുമകൻ പറഞ്ഞു, അമ്മയുടെ കൈകൊണ്ട് എന്ത് വെച്ചാലും അത് സ്പെഷ്യലാണ്, അമ്മ ഉണ്ടാക്കുന്നത് മതി, അമ്മയുടെ ലോജിക്കിൽ തോന്നുന്നതൊക്കെ അമ്മ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. ശരി, വെറുതെ എന്നെ സുഖിപ്പിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, അമ്മയെ സുഖിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, അമ്മ ഞങ്ങളുടെ മുത്തല്ലേ പൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞു. ചക്ക നിനക്കിത്തിരി ഇളക്കം കൂടുന്നുണ്ട്, നീ നിൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ കണ്ടുപിടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, പിന്നെ ചേട്ടനോ അങ്ങേരില്ലേ കുടിക്കാത്ത സമയത്ത് മാത്രമാണ് മാമനെ പോലിരിക്കുന്നത്, കുടിച്ചു കഴിഞ്ഞാൽ അയാൾ എന്നേക്കാൾ ബോറാണെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, നിങ്ങൾ കുടിക്കുന്നിടത്ത് ഞാൻ വരികയാണോ? ഒരു ദിവസം അമ്മ വന്ന് നോക്ക്, ഇല്ലെങ്കിലേ മൂത്ത മകളോട് ചോദ്യം മരുമകൻ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇത് ചോദിച്ചിട്ട് വേണം അവിടെ വായിരിക്കുന്നത് ഞാൻ കേൾക്കാൻ. അതെന്താമേ അങ്ങനെ? എടാ അവളുടെ ഭർത്താവ് ഭയങ്കര ഗൗരവക്കാരനാണ്, ഇൻട്രോവേർട്ടാണ്, കുടിയില്ല വലിയില്ല, ഇൻട്രോവേർട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ കുറെ തള്ളി. ഇപ്പം പറയുന്നു അവനെ ഇൻട്രോവേർട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടി സോഷ്യലൈസ് ചെയ്യുകയാണ്.
എൻ്റെ അമ്മേ, എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ അച്ഛനെ പോലെ ഒരു മൂരാച്ചിയാണ് പുള്ളിയുടെ അച്ഛനും. അതുകൊണ്ട് പുള്ളി ആ ഒരു സ്വഭാവം ഏറ്റെടുത്താണ്. യഥാർത്ഥത്തിൽ പുള്ളി ഭയങ്കര ഫണ്ണിയാണ്. കുടിച്ചു കഴിഞ്ഞാൽ ഡാൻസ് ഒക്കെ കളിക്കും. ആഹാ, അമ്മ ഒരു ദിവസം വന്ന് മേലോട്ട് നോക്കിയാൽ മതി, അമ്മയ്ക്ക് എല്ലാം കാണാം. ഞാൻ പറഞ്ഞു, ഞാൻ വരുമ്പം എല്ലാം കാണാൻ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കണ്ണു പൊത്തി ഓടേണ്ടി വരില്ലേ? അമ്മ വിചാരിക്കുന്നതല്ല, അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തുദ്ദേശിച്ച് കുടിയന്മാരല്ലേ, എല്ലാം കണക്കാ എന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് വരണ്ടേ? ഞാൻ പറഞ്ഞു വരണം, നിങ്ങൾ വരുന്നത് എനിക്ക് സന്തോഷമാണ്. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ. അത് പോട്ടെ, നിങ്ങളുടെയൊക്കെ ഭാര്യമാർ അവളുമാരുടെ കാര്യം പറഞ്ഞിട്ടാണോ വരുന്നത്? എൻ്റെ പൊന്നമ്മേ, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അമ്മ ഒരു കാരണവശാലും അവളുമാരോട് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറപ്പായി അവളുമാർ കാണും. എന്തെങ്കിലും കഥകൾ, പഴയ കഥകൾ അറിയാതെ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ കയറി പിടിക്കും. ആഹാ, അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി കഥകളുണ്ട്. അമ്മയ്ക്കൊരു കഥയില്ലെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് കഥകളൊക്കെ ഉണ്ട്. കല്യാണത്തിന് മുമ്പായിരുന്നു, ഇപ്പം കഥകളൊന്നുമില്ല. എന്നാലും ഇവളുമാർക്കൊക്കെ അത് പ്രശ്നമാണെന്നും. എന്തായാലും കൊള്ളാം, രണ്ടുപേരും കള്ളന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി. വാ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് വൈകിട്ട് ഒരു 9 മണിയായപ്പോഴേക്കും 2 കൂട്ടുകാരെയും കൂട്ടി വന്നു. കൊള്ളാം, രണ്ടുപേരുടെയും ബാല്യകാല സുഹൃത്തുക്കളൊക്കെയാണ്. പരിചയപ്പെട്ടു. ഞാൻ അവർക്ക് വിഭവസമൃദ്ധമായ ഒരത്താഴം തന്നെ ഒരുക്കി. പക്ഷേ അവരുടെ കൂട്ടത്തിൽ എൻ്റെ ഇളയ മരുമകൻ്റെ കൂട്ടുകാരനാണ്. അവൻ നന്നായി മദ്യപിച്ച് തന്നെയാണ് വന്നത്. എനിക്ക് തോന്നുന്നത് അവൻ സ്ഥിരം ഒരു മദ്യപാനിയാണെന്നാണ്. കൊച്ചൊരു പയ്യനാണ്. കണ്ടു കഴിഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ. അവൻ എന്നെ കണ്ട് പറയുകയാണ്, ദീപക്കെ നീ അമ്മാമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേറെന്തോ വിചാരിച്ചു. ഞാൻ ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അമ്മാമി എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി പ്രായമൊക്കെയുള്ള ഒരു വലിയ ജാടുള്ള ഒരാളല്ലേ പ്രതീക്ഷിക്കുക. ഇത് അമ്മ ഒരു സുന്ദരിയാണല്ലോ, ചെറുപ്പക്കാരി. ശരിക്കും ഇവർ രണ്ടുപേരുടെയും ചേച്ചിയെ പോലെയുണ്ട്. എടാ, നീ ഇത്തിരി കുടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. നീ വെറുതെ എന്നെ മുകളിലേക്ക് പൊക്കി വിടരുത്. അല്ലമ്മേ, ഞാൻ പറഞ്ഞത് എൻ്റെ നെഞ്ചി തട്ടി ആത്മാർത്ഥമായിട്ടാണ്. അമ്മ ഒരു സുന്ദരിയാണ്. ചെറുപ്പകാലത്ത് അമ്മ അതീവ സുന്ദരിയാണെന്ന് കണ്ടാലറിയാം. പഴയ ഈ നടിമാരൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ നടിമാരെ പോലെ അതേപോലെ അമ്മ സുന്ദരിയായിരുന്നു. എടാ, എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല, 50 വയസ്സാകാൻ പോകുന്നേ ഉള്ളൂ. അമ്മേ, 50 ആയാലും 80 ആയാലും പഴയ ആൾക്കാരുടെ സൗന്ദര്യം ഇപ്പോഴത്തെ ആൾക്കാർക്കുണ്ടോ എന്നൊക്കെ അവൻ എന്നോട് ചോദിച്ചു. അവൻ എന്നെ പൊക്കി പറയുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും അവൻ എന്നെ പുകഴ്ത്തിയ വിധം അങ്ങ് ഇഷ്ടപ്പെട്ടു എനിക്ക്. കാര്യം വർഷങ്ങളായിട്ട് ഏതെങ്കിലും ഒരാൾ എൻ്റെ സൗന്ദര്യത്തെപ്പറ്റി ഇത്രയും കാലമായിട്ട് പറഞ്ഞിട്ടില്ല. എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടില്ല, മരുമക്കൾ പറഞ്ഞിട്ടില്ല, മക്കൾ പറഞ്ഞിട്ടില്ല. പറയാൻ വേണ്ടി ഒരു സദസ്സ് ഞാൻ ചെന്നിരുന്നല്ലേ ഉള്ളൂ. നോക്കുമ്പോൾ കണ്ണാടിയിൽ ഞാനൊരു സുന്ദരിയാണെന്ന് തോന്നാറുണ്ട്. എൻ്റെ യൗവനം എന്നെ വിട്ട് പറന്നു പോയല്ലോ. എൻ്റെ ഭർത്താവ് അങ്ങനെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഇടയ്ക്ക് ഓർക്കും. പിന്നെ ഞാനങ്ങ് സമാധാനിക്കും. അങ്ങനെ ശീലിച്ചു വന്നതുകൊണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ എവിടെയോ എന്തോ ഒന്നുണർന്ന് എഴുന്നേറ്റതുപോലെ കൊള്ളാം. സാധാരണ ഒന്ന് മിനിങ്ങിയ ശേഷമാണ് ഇവരൊക്കെ കഴിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷെ വന്നപ്പോഴേ 2 മരുമക്കളും അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ വന്നത്. ഇനി അവരായി അവരുടെ പാടായി. ഇന്നിനി പോകുമെന്നറിയില്ല. മുകളിലത്തെ നിലയ്ക്ക് ഒഴിഞ്ഞു കിടക്കല്ലേ, അവിടെ കാണും കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. കുട്ടികളെ, നിങ്ങൾ ഇന്ന് പോകുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മൂത്ത മരുമകൻ പറഞ്ഞു, ഇല്ലമ്മേ, ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ വെളുപ്പിനെ പോയിക്കോളാം. അമ്മ എന്തെങ്കിലും ചിപ്സോ മറ്റു കാര്യങ്ങളോ ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദേ എല്ലാം ഇരിപ്പുണ്ട്, തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ദേ ജഗ് ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പാടായി, ഞാൻ പോയി കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഇളയ മരുമകൻ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിക്കുമെന്ന് പറഞ്ഞു. വിളിക്കെന്ന് പറഞ്ഞ് ഞാൻ പോയി കിടന്നു. മേളിൽ അവരുടെ തകർപ്പും അട്ടഹാസവും ഒക്കെ ഞാൻ കേട്ടു. എനിക്കെന്തോ വല്ലാത്തൊരു സന്തോഷം പോലെ തോന്നി. എന്താണെന്നറിയില്ല. അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ എനിക്ക് പറ്റിയില്ല. രാത്രി 12:30 ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കഥകിൽ ഒരു മുട്ട് കേട്ടു. ഞാൻ തുറന്നപ്പോഴുണ്ട് ഇളയ മരുമകനാണ്. നന്നായി മദ്യപിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താടാ, എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്ന്. അമ്മേ, കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അമ്മ മാങ്ങ ഇങ്ങനെ ഉണക്കിയൊരു അച്ചാറിട്ടില്ലേ, അതൊന്നും ഞങ്ങൾക്ക് തരാതിരുന്നത്. എടാ, അതെന്തിനാ? അത് കുറച്ചേ ഉള്ളൂ, ഞാനവിടെ വെച്ചിട്ടുണ്ട്. അമ്മ, എനിക്കത് വേണം എന്ന് പറഞ്ഞു. അതെന്തിനാടാ? അത് അവിടെ ഇരുന്നോട്ടെ, മാവളുമാർക്ക് 2 പേർക്ക് ഇഷ്ടമാണ്. അതെടുത്ത് നിങ്ങൾ മദ്യപിച്ച് നിറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അമ്മ പറയാതിരുന്നാൽ മതി. ഈ ചെക്കനെ കൊണ്ട് വലിയ ശല്യമായാലോ. നിന്നോട് ആര് പറഞ്ഞു ഉണക്കമാങ്ങ അച്ചാറുണ്ടെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ, ഇല്ലമ്മ, ഞാനിപ്പോൾ ഓർത്തതാ, അമ്മ എടുത്തതാന്ന് പറഞ്ഞു. എന്തായാലും ഞാനത് പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നോക്കിയാൽ കാണില്ല. ഞാൻ അടുക്കളയിലേക്ക് നടന്നു. അവനും എൻ്റെ പുറകെ വന്നു. ഞാൻ അവളെ ഷെൽഫിൽ നിന്നും കുപ്പി എടുക്കാൻ കൈ നീട്ടി. ആ കുപ്പിയിൽ തൊട്ടപ്പോഴേക്കും പെട്ടെന്ന് മരുമകൻ എൻ്റെ പുറകിൽ നിന്നും എന്നെ ആശ്ലേഷിച്ചു.
എന്താണ് നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ ഒന്നും മിണ്ടുന്നില്ല. അവൻ്റെ നിശ്വാസം എൻ്റെ കാതിൽ കേൾക്കാം. ഇവൻ വേറെന്തോ കൽപ്പിച്ചുറപ്പിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. കള്ളു കുടിച്ച് ബോധം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കിടന്ന് ബഹളമുണ്ടാക്കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. മുകളിൽ ആളുണ്ട്. ഞാൻ പതുക്കെ പറഞ്ഞു, എടാ നിനക്ക് എന്തിൻ്റെ കേടാ? അവൻ ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു 5 മിനിറ്റോളം നിന്നു. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ അവൻ ഒന്നും മിണ്ടുന്നില്ല. നിന്റെ സ്വബോധം നഷ്ടപ്പെട്ടു പോയോ? നിനക്ക് അച്ചാർ വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവനോട് പറഞ്ഞു, അച്ചാറല്ല എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അവൻ വേറൊരു കാര്യം എൻ്റെ ചെവിയിൽ പറഞ്ഞു. മലയാളത്തിലെ തെറ്റില്ലാത്ത, പുറത്തു പറയാൻ കൊള്ളാത്തൊരു വേടായിരുന്നു അത്. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് ആ ഒരു പേരും ചേർത്ത് ഞാൻ അവനെ ഒരു വഴക്കം പറഞ്ഞു. പക്ഷേ അവന് യാതൊരു കൂസലുമില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, അമ്മ കിടന്ന് എത്ര ഒച്ച വെച്ചാലും എനിക്ക് ഒന്നുമില്ല. അവരെല്ലാം അടിച്ചോഫായി. അതുകൊണ്ട് ഞാനിന്ന് എൻ്റെ കർമ്മത്തിൽ നിന്ന് പിൻവാങ്ങിയില്ല. എടാ ഇതൊന്നും ശരിയല്ല. ഞാൻ നിൻ്റെ ആരാണെന്ന് നിനക്കറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് നന്നായിട്ടറിയാം. ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ വരുമ്പോൾ അമ്മ ഒരിക്കലും നോ എന്ന് പറയരുത് എന്ന് പറഞ്ഞു. എടാ നിനക്ക് സ്ഥലകാലബോധമില്ല, നീ പോടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബോധമുണ്ട്. എത്ര കുടിച്ചാലും എൻ്റെ ബോധം മായില്ല. ബോധമല്ല എൻ്റെ പ്രശ്നം, അമ്മയോടുള്ള ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൻ എന്നെ സമ്മതിച്ചില്ല. ഞാൻ അനങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവൻ പെട്ടെന്ന് തന്നെ എന്നെ കരുത്തുറ്റ രീതിയിൽ ഉയർത്തിയെടുത്തു. എന്നിട്ട് അമ്മയുടെ മുറിലേക്ക് പോകാമെന്ന് പറഞ്ഞു. വേണ്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അവൻ കേട്ടില്ല. ഒരു പഞ്ഞിക്കെട്ട് പോലെ ഞാൻ വാനത്തേക്ക് ഉയർന്നു പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അവൻ ആ സമയത്ത് ആർക്കും അടക്കാൻ പറ്റാത്ത ജെല്ലിക്കെട്ട് കാളയാണെന്ന് എനിക്ക് തോന്നി. അവന് ഒരു കൂസലുമില്ലായിരുന്നു. അമ്മ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. അമ്മയുടെ വിരഹ ദുഃഖം എനിക്ക് കണ്ണിൽ നിന്ന് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഭർത്താവുണ്ട്, ഒരു വിരഹ ദുഃഖവുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവൻ പറയുകയാണ്, അമ്മയുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അമ്മ ഇനിയിപ്പോൾ എത്ര എതിർത്താലും, നമ്മളുടെ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും, എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയാലും എനിക്ക് ഒന്നുമില്ല. പൂങ്കാവനവും ഉപവനവും ഇന്ന് ഞാൻ നട്ടു നനയ്ക്കുമെന്ന് പറഞ്ഞു. എനിക്ക് വാക്കുകളില്ലായിരുന്നു. വാക്കുകൾ വരാൻ അവൻ അനുവദിച്ചില്ല. ഊളിയിട്ട പൊന്മാനെ പോലെ അവൻ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും പണ്ടെങ്കോ കൊട്ടിയടയ്ക്കപ്പെട്ട മൺമറഞ്ഞുപോയ സ്മാരകവാതിലുകൾ അവിടെ തുറക്കുകയായിരുന്നു. ആദ്യം എൻ്റെ പ്രതിഷേധം അതിശക്തമായിരുന്നു. പക്ഷേ സമരപരിപാടികൾ മുന്നേറിയപ്പോൾ എൻ്റെ പ്രതിഷേധം തണുത്ത് ആവിയായി. അത് കഴിഞ്ഞ ശേഷം അത് അഗ്നിജാലയായി ഉയർന്നു വന്നു. അവൻ കള്ളു കുടിച്ചതുകൊണ്ടാകും ഞാൻ ഇപ്പോൾ ഈ സമരപരിപാടികൾ തീരും എന്ന് കരുതിയെങ്കിലും മണിക്കൂറുകൾ നീണ്ടുപോയപ്പോൾ ഞാൻ മനസ്സിലാക്കി, എൻ്റെ അംഗം ഇവിടെയും ഇനിയും ഒരു 25 വർഷം കൂടി മുന്നോട്ട് പോയാലും ഒരിക്കലും അംഗത്തട്ട് കാലിയാവില്ല. ഞാൻ വെറുതെ ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെ ഇനിയും അംഗക്കലി മൂത്തവർക്ക് അവസരം കൊടുക്കണം എന്ന് എൻ്റെ മനസ്സ് ഉറക്കെ പറഞ്ഞു. ആലസ്യത്തിൽ 2 പേരും പിന്നീട് ഉറങ്ങിപ്പോയി. പക്ഷേ 5 മണിയായപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് എഴുന്നേറ്റും. അവനെ ഞാൻ തട്ടി ഉണർത്തി. മുകളങ്ങണ പോയി കിടക്കട അഹങ്കാരി എന്ന് പറഞ്ഞു. അവൻ ഒരു നനുത്ത ചിരിയോടെ, ചമ്മിയ ചിരിയോടെ എഴുന്നേറ്റു. ഞാൻ വാതിൽ തുറന്നപ്പോൾ ഞങ്ങൾ 2 പേരും ഞെട്ടിപ്പോയി. മൂത്ത മരുമകൻ ദേ നക്ഷത്രം പോലെ അവിടെ നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ ഇളയ മരുമകൻ ചെന്നിട്ട്, ബാ ചേട്ടാ നമുക്ക് മുകളിലേക്ക് പോകാം എന്ന് പറഞ്ഞങ്ങ് പോയി. പക്ഷേ മൂത്ത മരുമകൻ എന്നെ ആക്കിയൊന്ന് നോക്കി മാഡം. അതിൽ ഞാൻ ദഹിച്ചു പോയി. അവന് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. ഷെടാ ഈ ഇളയവൻ്റെ കാര്യം കൊണ്ടും ഭയങ്കര തലവേദനയായല്ലോ എന്നോർത്തു. പക്ഷേ തലവേദനകളെ ഞാനിടയ്ക്ക് തലൊരുക്കുകയും ചെയ്തു. എന്തായാലും വന്നു ഭവിച്ചത് ഇനി മാറ്റാൻ പറ്റുമോ? എങ്ങനെ? ഒരിക്കലും പറ്റില്ല എന്നോർത്ത് ഞാൻ ആശ്വസിക്കാൻ ശ്രമിച്ചു. അവനോട് എന്തെങ്കിലും പറയാം എന്ന് വിചാരിച്ചു. എന്തായാലും കൂട്ടുകാരെയൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ യാത്രയാക്കിയത്. പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊന്നും 2 പെൺമക്കളോടും പറഞ്ഞില്ല.
പിന്നെ ഒരു ദിവസം എൻ്റെ മൂത്ത മരുമകൻ എന്നെ തനിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഈ കാണിച്ചത് ശരിയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കുറ്റമല്ല, അവൻ വന്നപ്പോൾ അച്ചാറെടുക്കാൻ ഞാൻ പോയതാണ്. എന്നിട്ട് അമ്മ അച്ചാറെടുക്കുകയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനാണ്, അവൻ അച്ചാറല്ല വേണ്ടത് എന്ന് അവൻ പറഞ്ഞു. പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് സംഭവിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തു. എന്നാലും അമ്മ മിടുക്കിയാണ്. ഏറ്റവും സൗന്ദര്യമുള്ള മരുമകനെ തിരഞ്ഞെടുത്ത് സ്നേഹിക്കുന്നു. അമ്മയുടെ കണ്ണിമാങ്ങ അച്ചാറ് എനിക്കും കിട്ടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സൗന്ദര്യത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല, അപ്പോൾ എനിക്ക് പ്രശ്നമില്ല, എനിക്കും അച്ചാറ് വേണം എന്ന് അവൻ ഉറപ്പിച്ച് പറഞ്ഞു. അത് ശരിയാകില്ല, കാര്യങ്ങൾ കോംപ്ലിക്കേഷൻ ആകുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, ഇനി ആകുന്നെങ്കിൽ ആയിക്കോട്ടെ, കാര്യം അവന് മാത്രമായി അമ്മയുടെ സ്നേഹം അങ്ങനെ കിട്ടണ്ടെന്ന് പറഞ്ഞു. മൂത്തവനെ പിന്തിരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അവൻ എന്നോട് കെഞ്ചി പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇളവനെ വിളിച്ച് പറഞ്ഞു, എടാ അവൻ ഇങ്ങനെ എന്നോട് വന്ന് പറഞ്ഞെന്ന്. ഇളവൻ പറഞ്ഞു, അമ്മ എന്തിനാ ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കുന്നത്, നമ്മൾ 3 പേരും അവിടെ ഉള്ളപ്പോൾ നമ്മളുടെ ഇഷ്ടം, ഇതൊന്നും ആരും അറിയാതെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അമ്മേ, അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം എനിക്കറിയാം. അമ്മ ഭർത്താവിൽ നിന്ന് ഒത്തിരി അവഗണിക്കപ്പെടുന്നില്ലേ, ഇതെല്ലാം ഞാൻ മനസ്സിലാക്കി. അത് നീ എങ്ങനെ മനസ്സിലാക്കി? അത് അച്ഛൻ തന്നെയാണ് ഇവിടെ നിന്ന് ഒരു ദിവസം ആർക്കോ ഫോൺ ചെയ്ത് കണ്ടത്. എൻ്റെ ഭാര്യയോട് എനിക്ക് ഒരടുപ്പമില്ല, അവളെ കാണുമ്പോൾ തന്നെ എനിക്ക് അടുപ്പമില്ലായ്മ തോന്നുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതുമാത്രമല്ല അച്ഛന് വേറെ അവിടെ എന്തൊക്കെ ചുറ്റിക്കളികളുമുണ്ട്. അപ്പം അമ്മ അനുഭവിക്കുന്നതിൻ്റെ ആഴം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. എനിക്കും അതൊക്കെ തോന്നിയിട്ടുണ്ട്, ഭർത്താവിന് വേറെ ചുറ്റിക്കളികളുണ്ടെന്ന്. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ജീവിച്ചപ്പോഴാണ് മരുമകനും അത് മനസ്സിലാക്കിയത്. എന്നാലും മോനെ ഒന്നുമില്ല, ഇനിയിപ്പോൾ നമ്മൾ 3 പേരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. എടാ അവളുമാർ 2 പേരും അവളുമാർ അറിയുമ്പോഴല്ലേ, അത് അറിയില്ല. ഇനി അഥവാ അറിഞ്ഞാലും അമ്മ ഞങ്ങൾ 2 പേരെയും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോണം. എൻ്റെ മക്കൾ ഇവിടെ വരുന്നു, എന്നെയും എൻ്റെ മക്കളെയും ചേർത്തിട്ടാണോ ഈ സംശയിക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മ കട്ടയ്ക്ക് നിന്നോണം. ബാക്കിയൊക്കെ നമുക്ക് എല്ലാം നോക്കിയും കണ്ടും മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് 2 പേരും ഇപ്പോൾ എൻ്റെ ഇടവും വലവുമുണ്ട്, സന്തോഷവും സമാധാനവുമുണ്ട്. ഞാൻ ചില സമയത്ത് ഇതൊരു കുഴപ്പമാണെന്ന് വിചാരിക്കും, പക്ഷെ ചില സമയത്ത് ദൈവം തന്ന ഒരു ഭാഗ്യമാണെന്ന് വിചാരിക്കാറുണ്ട് മാഡം. മാഡത്തിൻ്റെ വീഡിയോയ്ക്ക് ആദ്യകാലം മുതലേ ഇടയ്ക്കൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, ആരും ഇല്ലാത്ത സമയത്ത്. പക്ഷെ അന്നൊക്കെ ഇതൊക്കെ അതിശയോക്തി കലർന്ന കഥകളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു. എന്തിന് കമൻറ്റ് പോലും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. മനുഷ്യരുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒത്തിരി വ്യത്യസ്തമായ പാതകളിൽ കൂടി സഞ്ചരിക്കുന്നതാണെന്നും അതിന് ഒരന്തവും കുന്തവും ഇല്ലെന്നും എനിക്ക് മനസ്സിലായി. മാഡത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കഥ ഒന്ന് വായിക്കണം. പക്ഷേ മാഡം എന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, ആ തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് മാഡം എന്നെ വഴക്ക് പറയാതെ ഇത് വായിക്കുകയാണെങ്കിൽ സന്തോഷം എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നമുക്കെന്ത് വഴക്ക് പറയാനാണ്? നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങളായി മാനേജ് ചെയ്യുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യുന്നു, അതിന് ഞങ്ങൾക്ക് എന്താ? ഒന്നുമില്ല. പക്ഷെ ഞാനിപ്പോഴും പറഞ്ഞത് കഥകളോ ഭാവനകളോ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇതൊന്നും മറ്റുള്ളവർക്ക് അനുകരണീയമായ മാതൃകകളല്ല, അത്രയേ ഉള്ളൂ.